അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയുകയാ, ഇസ്ലാമിക വിരുദ്ധമായ ഏത് പ്രവർത്തനങ്ങൾ എന്തിന്റെ പേരിൽ നടന്നാൽ, അത് ഉറൂസിന്റെ പേരിൽ നടക്കട്ടെ, അത് നബിദിനാഘോഷത്തിന്റെ പേരിൽ നടക്കട്ടെ, അത് ഉറൂസിന്റെയും ഉറൂസ് മുബാറക്കിന്റെയും പേരിൽ നടക്കട്ടെ, അതെല്ലാം മ്ലേച്ഛതരം തന്നെയാണ്. ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് പിശാച് തന്നെയാണ്. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. എത്ര സുന്ദരമായ ഗൗസുൽ പേരിലുള്ള കൂട്ടമാണിത്. ഇവിടെ യാതൊന്നും ഞാൻ കാണുന്നില്ല. ആകെ ഇവിടെ ഉള്ളത് ഒരു ദീനീ മജ്ലിസ്, പോകുന്നവർക്ക് ഒരു പിടി ആഹാരം. എന്താ ഇതിൽ തെറ്റുള്ളത്? ചില ഉറൂസുകളിൽ നമ്മൾ പ്രസംഗിക്കാൻ പോയി, പ്രസംഗിക്കാൻ പോണ്ട എന്ന് മുറവിളി കൂട്ടി പലരും. ഞാൻ പറഞ്ഞു പോകണമല്ലോ. നമ്മൾ പോയില്ലെങ്കിൽ, പ്രസംഗത്തിന് വിളിക്കുന്ന ആളുകൾ പോയില്ല എങ്കിൽ അവര് പിന്നെ അവിടെ വെക്കുന്നത് ഗാനമേളയാകും. അതുകൊണ്ട് പോകണം. പോയിട്ട് അവരുടെ മുന്നിൽ എന്താണ് ദീനിന്റെ നിലപാടെന്ന് പറഞ്ഞു കൊടുക്കണം. അതിന്റെ ബാധ്യത നമുക്കില്ലേ? അങ്ങനെ ഒരു ദിവസത്തിന് പോയിട്ട് ഞാനിവിടെ ഇങ്ങനെ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോ തൊട്ടു പുറകില് ഭയങ്കരമായ ശബ്ദം. നോക്കുമ്പോ അവിടെ മരണക്കിണർ. അത് മരണക്കിണർ എന്ന് പറയുന്നത് ഹറാമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഒരു മഹാന്റെ പേരിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ഹറാമാണോ അല്ലയോ എന്നുള്ളത് വലിയ മഹാന്മാര് പറയേണ്ട കാര്യമാണ്. പക്ഷെ അത് ഫഹ്ശ ആണ്, മോശമാണ്, മ്ലേച്ഛമാണ്. അത് ശരിയായ രീതിയല്ല. പ്രത്യേകിച്ച് ഒരു മതവിജ്ഞാന സദസ്സ് നടക്കുമ്പോ ഇതിന്റെ എല്ലാത്തിന്റെയും സംഘാടകർ ഒരാളാ. ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയായ രീതിയല്ല, ഇതൊക്കെ മാറ്റണം. പണ്ഡിതന്മാരെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കണം, എന്താണ് ദീൻ അല്ലാത്തത്, എന്നിട്ട് വരും വർഷങ്ങൾക്ക് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു. അത് പറയേണ്ട ബാധ്യത നമുക്കില്ലേ? ഞാൻ പറഞ്ഞു വന്നത് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. നബിദിനം വളരെ മനോഹരമാണ്. നബിദിനം വേണ്ടാന്ന് പറയുന്നവരുണ്ട്. അവരോട് പോടാതിന്റെ പണി നോക്കടാന്ന് പറയണം, അത് മറ്റൊരു വശം. പക്ഷേ നബിദിനം വേണ്ട എന്ന് പറയുന്നവരോട് ആ വാക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നബിദിനാഘോഷത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ നമ്മൾ കണ്ടില്ല എന്നടിക്കാൻ പറ്റുമോ? എത്രയോ സ്ഥലങ്ങളിലാണ്, എനിക്കറിയില്ല ഈ സാധനത്തിന്റെ ഒന്നും പേര്, എന്തൊക്കെയോ ഗാനമേളയ്ക്ക് വെക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് സമൂഹത്തിന് ശബ്ദമലിനീകരണവും അതുപോലെ തന്നെ പുകമലിനീകരണവും അതുപോലെ തന്നെ എല്ലാവർക്കും ആകെ ഒരു വല്ലാത്ത അറ്റാക്കുള്ള രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആ പെടഞ്ഞങ്ങ് മരിക്കാൻ ആ നിലയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയിട്ട് എന്തിനാണ്? ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത് എന്ത് സമീപനമാണ് നമ്മൾ ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ മാറ്റണ്ടേ? അപ്പൊ ഇതൊക്കെ ഫഹിഷ, ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന അള്ളാഹും റസൂലും ആണെന്ന് പറഞ്ഞിട്ട് ഈ അള്ളാന്റെ റസൂലിന്റെ മണ്ട വെച്ചു കൊടുക്കരുത്. ഇത് ശൈത്താനാണെന്ന് ഖുർആൻ തന്നെ പറയാ. ഈ ഫഹ്ശാ കൊണ്ട് ശൈത്താന്റെ ഇടപെടലാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വടക്ക് മധ്യ കേരളത്തില് ഒരു ഉറൂസ് ഉണ്ട്. ആ ഉറൂസിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും 10 ലക്ഷം രൂപയ്ക്കാണ് 10 മിനിറ്റിലേക്ക് ഒരു ആനയെ കൊണ്ടുവരുന്നത്. 10 മിനിറ്റ് ആനയെ കൊണ്ടുവന്ന് മക്കാമിനടുത്തുള്ള ഒരു സ്ഥലത്ത് ആനയെ നിർത്തിയിട്ട് അവിടെ മുട്ടയും വേറെന്തൊക്കെയോ സാധനങ്ങൾ, പാലും, മരത്തിൽ പാമ്പ് വരുമത്രേ, പാമ്പിന് മുട്ടയും പാലും വെച്ചു കൊടുക്കണം. ഘോഷയാത്രയുടെ മുമ്പില് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ 10 ലക്ഷം രൂപ 10 മിനിറ്റത്തേക്ക് ആ ആനയെ വാടകയ്ക്കെടുക്കാൻ. ഒന്ന് ആലോചിച്ചു നോക്കിയേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇതും ഒരു മഹാന്റെ പേരിലാണ്. ഇത് എങ്ങനെ നമ്മൾ അംഗീകരിക്കും? എങ്ങനെ നമുക്കിത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും? ആ കമ്മിറ്റിക്കാർ ചെയ്യുന്നത് ഫഹ്ശ ആണ്. ഇത് ചെയ്യിപ്പിക്കുന്നത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനല്ല, സാക്ഷാൽ പിശാച്. വിശുദ്ധ ഖുർആൻ. ഒരു സംശയ കാര്യത്തിലില്ല. ഉറൂസുകൾ നടത്തണം. മഹാന്മാരെ മറന്നു പോകാൻ പാടില്ല. ആ മഹാന്മാരൊരു നാട്ടിലുണ്ടായിരുന്നു. അവരവിടെ അവരെന്തൊക്കെ അവിടെ പിന്നെ ദീനിന് വേണ്ടിയിട്ട് സമർപ്പിച്ചു, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി. അതെല്ലാം കാലങ്ങൾ കഴിഞ്ഞു പോയാലും ഒരു തലമുറ അത് മനസ്സിലാക്കണം. അതിന് ഉറൂസുകൾ അനിവാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ പേരിൽ ഇസ്ലാമിക വിരുദ്ധമായ ഒരു കാര്യങ്ങളും അനുവദിക്കാൻ പാടില്ല. പിശാച് ഇതൊക്കെ ചെയ്തിട്ട് അവസാനം എവനൊരു ജോലി ഉണ്ടെന്നറിയോ? ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവസാനം അള്ളാന്റെ വലിയന്റെ മണ്ടിട്ട് കൊടുത്തിട്ട് അവനങ്ങ് പോകും. ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് കമ്മിറ്റിക്കാരെ തലയിൽ വെച്ചിട്ട് അവനങ്ങ് പോകും. ശൈത്താൻ. അതാണ് ശൈത്താന്റെ ഡ്യൂട്ടി.
ഞാനൊരു ചെറിയ സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അറിയുമല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ച അതേ കോലത്തിൽ ഓതുന്ന സഹാബിയാ. ആദ്യമായിട്ട് സഫാ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് മഖാം ഇബ്രാഹിമിന്റെ പാറപ്പുറത്ത് കയറി നിന്നുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ ആദ്യമായി സൂറത്തുർ റഹ്മാൻ ഉറക്കെ ഓതിയ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചോദിക്കുന്ന ചോദ്യം അല്ലാഹു ഉത്തരം കൊടുക്കാതെ കൈവലിക്കില്ലെന്ന് റസൂൽ പരിചയപ്പെടുത്തിയ സഹാബിയാ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സന്തര സഹചാരിയാണ്, സീനിയറായ സഹാബി വര്യനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനവറുകൾ പറയുകയാണ്, ഒരു സ്ത്രീക്ക് 4 സഹോദരങ്ങൾ ഉണ്ടായിരുന്നത്രേ. ആ പെണ്ണ് സുന്ദരിയാണ്, സുമുഖിയ. ഈ 4 സഹോദരങ്ങളും ആ പെണ്ണിനെ എവിടെയോ ഒരു യാത്ര പോകുന്ന സമയത്ത് ആ സഹോദരിയെ, ഏക സഹോദരിയാണ്, വാപ്പയില്ല ഉമ്മയില്ല, വേറെ ആരും നോക്കാനില്ല. സുന്ദരിയായ ആ പെണ്ണിനെ 4 സഹോദരങ്ങളും കൂടി എവിടെയാണെന്ന് സുരക്ഷിതമായ സ്ഥലത്തേൽപ്പിക്കുക. അവരിങ്ങനെ വലിയ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്, ആ നാട്ടിൽ നല്ലൊരു മനുഷ്യനുണ്ടത്രേ. ആ മനുഷ്യൻ നല്ല ഇബാദത്തെടുക്കുന്ന ആബിദാണ്, നല്ല സൂഫിയാണ്, സാത്വികനാണ്, സാഹിദാണ്, ദുനിയാവ് വേണ്ടെന്ന് വെച്ച മഹാനാണ്, അള്ളാഹുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാനാണ്. അയാളുടെ മഠം, അയാൾ ഇബാദത്തെടുക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ കൊണ്ടുവന്ന 4 ആങ്ങളമാര് കൂടി ആ പെങ്ങളെ അവിടെ ആക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ അവൾ ഇവിടെ സുരക്ഷിതയാണല്ലോ. അയാൾ പറഞ്ഞു, ആയിക്കോട്ടെ, അവര് എവിടെയെങ്കിലും ഇരുന്നോട്ടെ. ആ പെണ്ണവിടെ തനിച്ചായി ആബിദ് ഇബാദത്തുമായി വീണ്ടും അതാ സജീവമാവുകയാ. 4 ആങ്ങളമാരും അവിടെ നിന്ന് യാത്ര തിരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സഹോദരങ്ങളെ, ആ മഠത്തിലേക്ക് അതാ വിളിക്കപ്പെടാത്ത ഒരു അതിഥി വരികയാ, ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി വരികയാ. ആരാണെന്നറിയോ? അള്ളാഹുവിന്റെ ശത്രുവായ, നിങ്ങൾ ഓരോരുത്തരുടെയും ശത്രുവെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ശൈത്താനുൽ ലഈൻ. ആ ശൈത്താൻ അതാ മഠത്തിലേക്ക് കടന്നു വരികയാ, ആ ഹാങ്കാഹിലേക്ക് വരികയാണ്. അദ്ദേഹം ഇബാദത്തെടുക്കുന്ന ആ പ്രത്യേകമായ ടെന്റിലേക്ക് കയറി വരികയാ. എന്നിട്ട് അയാളുടെ മനസ്സിൽ ആ പെണ്ണിനോടുള്ള സ്നേഹം ഇട്ടുകൊടുക്കുകയാ. സ്നേഹം പ്രണയമായി, പ്രണയം കാമമായി. അവസാനം അയാള് ദുനിയാവൊന്നും വേണ്ടെന്ന് പറഞ്ഞ് സാത്വികനായി ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് അതാ ഈ പിശാച് ഇൻജക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് ആ മനുഷ്യൻ ആ പെണ്ണിനോട് സ്നേഹം തോന്നുകയാ. അങ്ങനെ ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് വശീകരിക്കണമെന്ന ചിന്ത വന്നു. അവളുടെ ശരീരത്തിലേക്ക് ആ മനുഷ്യന് ദാഹം വരികയാ. പൈതാകമടക്കാൻ കാത്തിരിക്കുന്ന, മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂചനം പോലെ ഈ സാത്വികനായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളില് ഇരാവികാരം മുട്ടിടുകയാ. ആ മുട്ടിട്ട വികാരം പൂത്തുലയാൻ തുടങ്ങി. അങ്ങനെ ഈ പെണ്ണിനെ കയറി പിടിക്കുകയാ. അവൾക്ക് നിന്നുകൊടുക്കലല്ലാതെ നിവൃത്തിയില്ല. ആ പെണ്ണിനെ വശീകരിച്ചു. ആ പെണ്ണിനിതാ ഗർഭിണിയാവുകയാണ്. എന്താണ് ചെയ്യുക? ആ സമയത്ത് പിശാചിന്റെ ദുർബോധനത്തിൽ വീണുപോയ സാത്വികനായ മനുഷ്യനിലൂടെ ആ പെണ്ണ് ഗർഭിണിയായപ്പോൾ സഹോദരങ്ങളെ, ശൈത്താനതാ വരികയാ. ശൈത്താന് വീണ്ടും വന്നു. വീണ്ടും വന്നിട്ട് സാത്വികനായ മനുഷ്യന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, ലോകത്താരും ഇത് അറിഞ്ഞിട്ടില്ല. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവളെ അങ്ങ് കൊന്നേക്കണം, അല്ലെങ്കിൽ പ്രസവിച്ചാൽ പ്രശ്നമാണ്. അയാൾ പറഞ്ഞു, ഞാൻ എങ്ങനെ കൊല്ലും? കൊല്ലലല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല, കൊന്നേക്കുക. എന്നിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ആ ശരീരത്തെ കുഴിച്ചിടുക. നിങ്ങളാണ് എന്ന് ആരും വിശ്വസിക്കില്ല. നിങ്ങൾ അല്ല എന്ന് പറഞ്ഞ ജനങ്ങൾ ഒരിക്കലും തർക്കം ഉന്നയിക്കൂല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. നിമിഷ നേരം ദുർബോധനത്തിൽ വീണുപോയ, പിശാചിന്റെ വടിയിൽ വീണുപോയ ആ സാത്വികനായ സൂഫി വര്യൻ എന്ത് ചെയ്തെന്നറിയോ?
ആ പെണ്ണിനെ അങ്ങ് കൊല്ലുകയാ. എന്നിട്ട് ശൈത്താൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് കുഴിയിലേക്ക് കുഴിച്ചിടുകയാ. നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ, 4 ആങ്ങളമാരിലും ശൈത്താൻ ചെന്നു. എന്നിട്ട് ഉറക്കത്തിലെ കിനാവ് കാണിക്കുകയാ. നിങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങള് കൊല്ലപ്പെട്ടിരിക്കുകയാ. വെറുതെ കൊല്ലപ്പെട്ടതല്ല, ബലാത്സംഗത്തിനിരയായിട്ട് അവള് കൊല്ലപ്പെട്ടിരിക്കുകയാ. അവളുടെ ഖബർ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. ഈ 4 സഹോദരങ്ങളും ആ രാത്രിയിൽ കിനാവ് കണ്ടു. നേരം വെളുത്തൊരു സഹോദരൻ അടുത്ത 3 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു പേക്കിനാവ് കണ്ടു. എന്താ കണ്ടത്? നമ്മുടെ സഹോദരി കൊല്ലപ്പെട്ടത്. രണ്ടാമൻ പറഞ്ഞു ഞാനും കണ്ടു. മൂന്നാമൻ പറഞ്ഞു ഞാനും കണ്ടു. നാലാമൻ പറഞ്ഞു ഞാനും കണ്ടു. എന്നാൽ ഇന്ന സ്ഥലത്താണല്ലോ നമുക്ക് പോകാം. അവിടെ ചെന്ന് നോക്കുമ്പോ അല്ലാ, ഏക പെങ്ങളതാ കുഴിച്ചിടപ്പെട്ടിരിക്കുകയാ. ഇത് ചെയ്തതാരാണെന്നും അതാ ദുർബോധനം നൽകി ഈ സാത്വികനായ മനുഷ്യൻ തന്നെ. ആ മനുഷ്യനെ അതാ പിടിച്ചു കെട്ടുകയാ. അവന്റെ എല്ലാ ടെന്റും ആരാധനായിടങ്ങളൊക്കെ തകർത്തു കളഞ്ഞു. എന്നിട്ട് ആ സാത്വികനായ മനുഷ്യനെ കോടതിയിൽ കൊണ്ടുവരികയാ. ആ സമയത്ത് അവിടെ 3ാമത് പിശാച് വരികയാ. ഒന്നാ പെണ്ണിനെ വശീകരിക്കാമെന്ന പിശാച്, 2ാമത് കൊല്ലാൻ വേണ്ടി പ്രേരണ കൊടുത്ത പിശാച്, 3ാമത് വരുന്നത് കോടതിയിൽ വെച്ചാ. ഈ കോടതിയിലെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാത്വികനായ മനുഷ്യന്റെ മുമ്പില് പിശാച് കടന്നു വന്നിട്ട് പറയുകയാണ്, ഇന്നി ഔഖഅതുക ഫീ ഹാദാ, ഇതില് ഞാനാണ് നിന്നെ വീഴ്ത്തിയതെന്ന് നിനക്കറിയോ. വലയുൻജീക മിൻഹു ഗൈരി, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ എനിക്കല്ലാതെ കഴിയില്ല. എന്നിലൂടെയല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ സമയത്ത് ആ സൂഫിയായ മനുഷ്യൻ ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ആകെ നാറ്റക്കേസായല്ലോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ആ സമയത്ത് പിശാച് പറഞ്ഞു, എനിക്കൊരൊറ്റ കാര്യം മതി, അത് ചെയ്യാൻ നിനക്ക് കഴിയോ? എന്നാ ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താ. എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്തായാലും നീ കാരണം ആ പെണ്ണ് ഗർഭിണിയായി, അത് കാരണം അവൾ കൊല്ലപ്പെട്ടു, നീ പിടിക്കപ്പെട്ടു. ഇതെല്ലാം ഞാൻ നിന്നെ വീഴ്ത്തിയത് തന്നെയാണ്, പക്ഷെ രക്ഷപ്പെടുത്താനും എനിക്കേ കഴിയൂ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയോ? ആ സമയത്ത് പിശാച് സാത്വികനോട് പറഞ്ഞതെന്തെന്നറിയോ? ഫസ്ജുദുലി സജ്ദതൻ വാഹിദാ, എനിക്കൊരു സുജൂദ് ചെയ്യോ? എന്റെ മുന്നിൽ ഒരു സുജൂദ് ചെയ്യുമോ? ഇനി ആകെയുള്ള തിന്മ അതുമാത്രമല്ലേ, അവിടെ വ്യഭിചാരം നടന്നു, കൊലപാതകം നടന്നു, അള്ളാഹുവുമായിട്ടുള്ള സകല ബന്ധങ്ങളും അയാൾക്ക് അവിടെ വെച്ച് മുറിക്കേണ്ടി വന്നു. അയാളോട് പറയുന്നു, ഇനി ഒരൊറ്റ വഴിയേ ഉള്ള, രക്ഷപ്പെടണം, ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം. ഞാൻ പറയാം, നീ അല്ല ഇത് ചെയ്തതെന്ന്. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, നീ എനിക്കൊരു സുജൂദ് ചെയ്യണം, പറ്റുമോ? സഹോദരങ്ങളെ, സുജൂദ് ചെയ്തു. ആ മനുഷ്യനതാ ശൈത്താന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുകയാ. ശൈത്താൻ അവിടെ നിന്നങ്ങ് വഴിമാറുകയാ. സഹോദരങ്ങളെ, ശൈത്താൻ വഴിമാറി എന്ന് മാത്രമല്ല, അയാളെ തലാ കൊന്നുകളയുന്നു, അയാളെ കൊല്ലപ്പെടുകയും ചെയ്തു. ആ മനുഷ്യൻ എങ്ങനെയാണ് മരിച്ചത്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സംഭവം മുന്നിലിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ ഓതിയത് സൂറത്തുൽ ഹശ്റിലെ ഒരായത്താണ്. കമസലി إذ قال للإنسان كفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين. ശൈത്താൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ഹശ്ർ പറയുകയാ, കമസലി ശൈത്താൻ, ശൈത്താന്റെ ഉപമ പോലെയാണ്. എന്താ ശൈത്താന്റെ ജോലി എന്നറിയോ? ഇത് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, ജനങ്ങളോട് പറയും നീ കാഫിറാകടാ. ഫലമ്മാ കഫറ, ഈ ജനങ്ങൾ കാഫിറായാലോ, ഖാല, ശൈത്താൻ പറയുന്നത്, ഇന്നി ബരീഉം മിൻക, ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, അല്ലാഹുവിനെ എനിക്ക് വല്ലാത്ത ഭയമാണ്, അതുകൊണ്ട് ഞാനിതാ നിന്നിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് പിശാച് പറയുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ
ഖുർആൻ. എന്റെ സഹോദരങ്ങളെ, കള്ളുകുടിയന്മാരെ മദ്യശാപ്പിൽ കൊണ്ടുപോകുന്നതാരാ? പോടാ, ഇത്രയും ടേസ്റ്റ് ഉള്ളത് വേറെന്താ ഉള്ളത്? അത് കുടിച്ചാൽ പിന്നെ നിനക്ക് ലോകവുമായിട്ട് ബന്ധമില്ലല്ലോ. പോമോനെ എന്ന് പറഞ്ഞ് ബിവറേജിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാ. കൊടുക്കടാ, വാങ്ങി കുടിക്കടാ എന്ന് പറഞ്ഞിട്ട് കുടിക്കുകയാ. ആ മദ്യം തന്റെ ആമാശയത്തിലേക്ക് ചെല്ലുമ്പോൾ പിശാച് അവിടെ നിന്ന് ഇന്നി ബരീഉം മിൻക്, നിന്നിൽ നിന്ന് ഞാനിതാ ഒഴിവാവുകയാണ്. ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് പടച്ചോനെ പേടിയാണെന്ന് പറഞ്ഞിട്ടൊരൊറ്റ മുങ്ങലാണ്. ഒരൊറ്റ മുങ്ങൽ. ഇത് ശൈത്താന്റെ ജോലിയാണ്. ശൈത്താന്റെ പാർട്ടിക്കാരായി നമ്മൾ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ശൈത്താൻ ഒരൊറ്റ ഓട്ടമാണ്. ശൈത്താൻ അതുവരെ എല്ലാം സയ്യന ലഹും അഅ്മാലഹും, കേട്ടോ കേട്ടോ, എല്ലാം അങ്ങോട്ട് അഴകാക്കി കാണിച്ചു തരും. എന്നിട്ട് ആ പണി ചെയ്യിപ്പിച്ചിട്ട് അവസാനം ഒരൊറ്റ മുങ്ങൽ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വ്യക്തമായ പരാജയം സംഭവിച്ചവൻ ഖുർആനിൽ 3 സ്ഥലങ്ങളിൽ പറഞ്ഞതിൽ ഒന്ന്, ആരാണോ ശൈത്താനെ അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് ശൈത്താനെ വലിയാക്കുന്നവൻ, അവൻ പിഴച്ചുപോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് എന്താ ഇനി ഒരു മാർഗം? എന്താണ് ഒരു മാർഗം? ഗൗസുൽ ആലമിലേക്ക് വരുന്നുണ്ട്, അതാണ് എന്റെ വിഷയം. എന്താ നമുക്കുള്ള മാർഗം? ഒരൊറ്റ മാർഗം, അള്ളാഹുവിനെ വലിയാക്കുക. അല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല. അള്ളാഹുവിനെ സംരക്ഷകനാക്കുക. ഈ വലിയ എന്ന് പറഞ്ഞാലേ പലതരം വലിയുണ്ട്. ഉറക്കത്തിലെ വലിയുടെ കാര്യമല്ലേ ഈ പറയുന്നത്. വലിയ എന്ന് പറഞ്ഞാൽ മൗല എന്ന് പറഞ്ഞാൽ യജമാനനും മൗല എന്ന് പറയും, അടിമയ്ക്കും മൗല എന്ന് പറയും. ചില ആളുകൾ പറയും, ഓഹ് വലിയെന്ന് പറഞ്ഞ് അള്ളാനെ വലിയാക്കണം. നിങ്ങൾ ഈ ഇരിക്കുന്നതിൽ എത്രയോ ആളുകൾ വലിയാണ് എന്ന് വെച്ചിട്ട് നാളെ അവരുടെ പേര് യാസീനൊന്നും ഓതിക്കളയല്ലേ. മോളെ കെട്ടിക്കുമ്പോ നിങ്ങൾ ആരായി? എന്താ പറയുന്നത്? വലിയിരിക്കുക എന്നല്ലേ. അത് ഈ വലിയ തന്നെയാ. മുഹിയുദ്ദീൻ ശൈഖിനെ പറയുന്ന വലിയ തന്നെയാണ് ആ വലിയും. അർത്ഥം വേറെ തന്നെ ഉള്ളൂ. അർത്ഥം വേറെ തന്നെ ഉള്ളൂ. ഒരു വാക്കിൽ തന്നെ എന്തുമാത്രം അർത്ഥമുണ്ട്. പല അർത്ഥങ്ങളില്ലേ. വലിയ എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ. ആ പെണ്ണിന്റെ സംരക്ഷകൻ നമ്മളായിരുന്നു. ഉത്തരവാദിത്വം നമുക്കായിരുന്നു. ആ പെൺകുട്ടിയുടെ എല്ലാ ചുമതലയും നമ്മളിലായിരുന്നു. അതാണ് വലിയ. അള്ളാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ അവന്റെ അടുപ്പക്കാരെന്നാണ്. അവന്റെ അടുപ്പക്കാര്. മുഹമ്മദ് കുഞ്ഞ് ഖനീമി ഉസ്താദ് ഇരിപ്പുണ്ട്. ഈ വിഷയത്തിൽ നല്ല പാണ്ഡിത്യമുള്ള മനുഷ്യനാണ്. അള്ളാഹു ഇൽമിൽ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ സ്നേഹമാണ് അള്ളാഹു ദീനിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാനും നാളെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ചുകൂടാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ എന്ന് പറയുന്നത് അള്ളാഹുവിനെ വലിയാക്കി കഴിഞ്ഞാൽ, നമ്മുടെ സംരക്ഷണം എല്ലാം കൂടെ അങ്ങോട്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരിക്കലൊരു ഗുരു തന്റെ ശിഷ്യനോട് ചോദിച്ചു, മോനെ, ശൈത്താൻ വന്നിട്ട് നിന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച നീ എന്ത് ചെയ്യും? നമ്മൾ എന്താ ചെയ്യാ? ശൈത്താൻ വന്നിട്ട് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്നത് ആ തെറ്റ് ചെയ്യുന്ന ശൈത്താനോട് നമ്മൾ പോരടിക്കും. ആ ഗുരുവിനോട് ശിഷ്യൻ പറഞ്ഞ മറുപടി അതാണ്, ഞാൻ ശൈത്താനെ നേരിടും. അപ്പൊ ഗുരു ചോദിച്ചു, വീണ്ടും വന്നാലോ? ശക്തമായ നിലയിൽ തിരിച്ചു വന്നാലോ? ഞാൻ വീണ്ടും നേരിടും. വീണ്ടും വന്നാലോ? ഞാൻ വീണ്ടും നേരിടും. 3 പ്രാവശ്യം ശിഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു, മോനെ, അബദ്ധമാണ്. നീ ശൈത്താനെ നേരിട്ട് കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. എന്നിട്ടൊരു ഉദാഹരണം ചോദിച്ചു. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഇപ്പൊ ഒരു വീട്ടിൽ കല്യാണം വിളിക്കാൻ വേണ്ടി ചെന്നു, അല്ലെങ്കിൽ നമ്മുടെ സിറാജുൽ ഹുദയുടെ പ്രവർത്തകര് ഒരു വീട്ടില് പിരിവിന് വേണ്ടി ചെന്നു. അപ്പൊ അവിടെ ഉണ്ട് പട്ടി. നായ വളർത്തുന്ന വീട് മുസ്ലിമീങ്ങളിലുണ്ട്. ആലോചിച്ച് നോക്കിയേ, ഇല്ലേ? നായുള്ള വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അടുക്കില്ല. അപ്പൊ രൂപമുള്ള വീട്ടിലോ അടുക്കൂല. ഫോട്ടോ ഫ്രണ്ടിൽ വെക്കുന്ന വീട്ടിൽ അടുക്കൂല. നമ്മുടെ ഇൽമിന്റെ മജ്ലിസുകൾക്കൊക്കെ ഈ ഒരു ശോചനീയ അവസ്ഥ സംഭവിച്ചത് എന്താ? സകല മൊയ്ലിയാക്കന്മാരുടെ ഫോട്ടോയും വെച്ചിട്ടാ.
ഫോട്ടോ മാറ്റിയിട്ട് വയല് വെച്ച് നോക്ക്, ഫോട്ടോ മാറ്റിയിട്ട് വയല് വെച്ച് നോക്ക്. ഇത് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്ന പിന്നെ നിങ്ങളുടെ ഫോട്ടോ വന്നില്ലേ? ഈ പ്രസംഗത്തിന് വിളിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ ചെന്നിട്ട് ഇപ്പോ ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലത്ത് തന്നെ പ്രസംഗത്തിന് വിളിച്ചു. ആ സമയത്ത് വലിയ കട്ടൗട്ടുകളൊക്കെ വെക്കുന്നു. ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോ വെക്കണ്ട, ബാക്കി എല്ലാ ഉസ്താമാരുടെ ഫോട്ടോയും വെച്ചോ. ഇപ്പൊ എല്ലാരും വിളിച്ചിട്ട് പറയുന്നത് നല്ലൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചു തരാനാണ്. അങ്ങനെയായി. പിന്നെ ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞാല് പ്രാവിനെ കാട്ടിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഫ്ലക്സ് കൊണ്ടുവന്നത് റോട്ടിൽ വെച്ചിട്ട് വരും, പോകുന്ന പ്രാവും കാക്കൊക്കെ കാട്ടിക്കും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പ്രസംഗത്തിന് പോയിട്ട് ഒരു ബാത്റൂമിൽ കയറാൻ വേണ്ടി പോകുമ്പോൾ അതിൽ കഥ കെട്ടിരിക്കുന്നത് വയലിന്റെ ഫ്ലക്സാ. അപ്പൊ അത് തന്നെ ഇതിന് പറ്റിയ സാധനം, അത് തന്നെ അർഹതപ്പെട്ട സ്ഥലത്ത് ഇതിരിക്കൂ. സിറാജുൽ ഹുദയുടെ പുറത്ത് മാറ്റി. സിറാജുൽ ഹുദയുടെ പുറത്ത് അടുത്ത വർഷം മുതൽ ഈ ഫോട്ടോ ഒന്നും വെക്കണ്ട. കാണുന്നവര് വന്നാൽ മതി, കേൾക്കണവര് വന്നാൽ മതി. പ്രസംഗത്തിന് ഫോട്ടോ കണ്ടിട്ട് വരുന്നതിന് നമ്മളൊരു വീട്ടിൽ ചെന്നപ്പോ നായ ഉണ്ടെന്നിരിക്കട്ടെ, ആ നായ ഉള്ള വീട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് കയറിയപ്പോഴേക്കും നായ ഓടി നമ്മുടെ മുമ്പിലേക്ക് വരിക. നമ്മളെന്താ ചെയ്യാ? മുണ്ടും മടയി കുത്തിയിട്ട് ഞാൻ ജിമ്മിനൊക്കെ പോയിട്ടുണ്ട്, ഇപ്പൊ കാണിച്ചു തരാടാ നായ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിരിക്കുവോ? ഓടി വീട്ടുകാരനെ വിളിക്കും, പെട്ടെന്ന് പിടിച്ചു കെട്ടാൻ പറയും. അതാണല്ലേ ശരി. നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നത് എന്താണ്? വീട്ടുകാരനെ വിളിച്ചിട്ട് പറയും പെട്ടെന്ന് പിടിച്ചോ എന്ന് പറയും. ഈ ഗുരു ശിഷ്യനോട് പറഞ്ഞു, നിന്നെ തെറ്റിന് ശൈത്താൻ പ്രേരിപ്പിക്കുമ്പോ നീ എന്ത് ചെയ്യും? ഞാൻ ശൈത്താനെ നേരിടും. അബദ്ധമാ മോനെ, ഞാൻ വീണ്ടും വന്നാലോ ഞാൻ വീണ്ടും നേരിടും ഗുരു. ശുദ്ധ അസംബന്ധമാ മോനെ, വീണ്ടും അവൻ വന്നാലോ ഞാൻ വീണ്ടും അവനെ നേരിടും. വിവരക്കേടാ പൊന്നുമോനെ. എന്നിട്ട് ഗുരു പറഞ്ഞു, മോനെ നീ ചെയ്യുന്നത് നായ കടിക്കാൻ വേണ്ടി വരുമ്പോ നായയുടെ യജമാനനെ വിളിച്ചിട്ട് നീ പെട്ടെന്ന് ഇതിനെ ഒന്ന് രക്ഷപ്പെടുത്ത്, എന്നെ രക്ഷപ്പെടുത്തതിനെ പിടിച്ചു കിട്ടുമെന്ന് പറയുമോ? ആ നായയുടെ നേരെ നീ ചീറി അടുക്കുമോ എന്ന് ചോദിച്ചപ്പോ ശിഷ്യൻ പറഞ്ഞു, വീട്ടുകാരനോട് പറയും പിടിച്ചു കെട്ടാൻ. ഇത് തന്നെയാ നീ ചെയ്യേണ്ടത്. ഏതാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറയണം, അല്ലാഹുവേ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് എന്നെ കാക്കണമല്ലാ.